അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. എന്താ എല്ലാവരും വിശേഷം? റാഹത്തല്ലേ? അൽഹംദുലില്ലാ. അങ്ങനെ നമ്മൾ നിലകൊള്ളുന്നത് ഈ ലോകങ്ങൾക്ക്, ഈ ഗോളങ്ങൾക്ക് പടച്ച റബ്ബ് റഹ്മത്തായി അയച്ച നമ്മുടെ നേതാവായിട്ട് പടച്ചോ നമുക്ക് തന്ന അവിടുത്തെ ഉമ്മത്തീങ്ങളിൽ പടച്ചോ നമ്മളെ ഉൾപ്പെടുത്തിയ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളുടെ ആ ഒരു പുണ്യ ജന്മത്തിന് സാക്ഷ്യം വഹിച്ച ദിവസത്തിലെ പകലിലാണല്ലേ നമ്മളെല്ലാവരും നിലകൊള്ളുന്നത്. അള്ളാഹു കബൂലാക്കട്ടെ. എല്ലാവരും പുണ്യ റബീഇൻ്റെ പരിപാടികളിൽ വ്യാപൃതരായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. പടച്ചോന് അവിടുത്തെ യഥാർത്ഥ ആശിക്യങ്ങളിൽ മുഹിബ്ബീങ്ങളിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയരെ, നമുക്കറിയാം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ സ്നേഹിച്ചതിന് അതിരില്ലല്ലോ അല്ലേ. അവിടുന്ന് നമ്മളോട് കാണിച്ച ലാളനക്ക്, അവിടുന്ന് നമ്മളോട് കാണിച്ച ആ ഒരു ഇഷ്കിന്, അവിടുന്ന് നമ്മളോട് കാണിച്ച കരുണക്ക് ശരിക്കും ഒരു ഹദ്ദും ഹസ്റുമില്ലല്ലോ, ഒരു കയ്യും കണക്കുമില്ലല്ലോ. അവിടുത്തെ അവസാന സമയത്ത് പോലും ഉമ്മത്തി എന്ന് പറഞ്ഞല്ലേ വിതുമ്പിയത്. എൻ്റെ സമൂഹം, എൻ്റെ ഉമ്മത്തിൻ്റെ കാര്യം എന്ന് ആലോചിച്ചല്ലേ അവിടുത്തെ ജീവിതത്തിലെ ഓരോ സെക്കൻഡും അവിടുന്ന് അള്ളാൻ്റെ മുമ്പിൽ കരഞ്ഞത്. അള്ളാൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശരിക്കും അത്രത്തോളം നമ്മളെ സ്നേഹിച്ചില്ലേ. അള്ളാൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരണങ്ങളൊന്നുമില്ലാതെ അങ്ങനെ ഞങ്ങളെ സ്നേഹിച്ചതിന് ആകാശഭൂമികൾ ആകെയും തെളിവാണ് ഹബീബെ. എന്നോ തൻ്റെ ശേഷം വരാനിരിക്കുന്ന ഞങ്ങളെ കാണാൻ കൊതിയാവുന്നു എന്ന് എപ്പോഴും കണ്ടുകൊണ്ടിരുന്ന അങ്ങയുടെ സ്വഹാബത്തിനോട് അങ്ങ് ആഗ്രഹം പറഞ്ഞത് ശരിക്കും ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്നു ഹബീബെ. സ്വയം മറന്ന് അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചത് ശരിക്കും ഞങ്ങൾക്ക് എന്താ പറയുക, ഇതൊന്നും പകരം ചെയ്യാൻ കഴിയുന്നില്ല ഹബീബെ. ആയുസ് മുഴുവൻ ഞങ്ങൾ ഉറക്കൊഴിച്ച് അങ്ങേക്ക് വേണ്ടി എന്ത് ചെയ്താലും എവിടെയും ഞങ്ങൾക്ക് എത്താൻ കഴിയില്ല ഹബീബെ. അങ്ങേക്ക് വേണ്ടി ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിനൊക്കെയും ഇരട്ടികളായി ഞങ്ങൾക്ക് തിരിച്ചു തരുമെന്ന് റബ്ബ് ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തത് ശരിക്കും ഞങ്ങൾ അത്ഭുതപ്പെടുത്തുന്നു ഹബീബെ. അള്ള പോലും അങ്ങയെ സ്നേഹിച്ചതിന് അളവും അതിരുമില്ലല്ലോ. ഈ സ്വലാത്ത് ചൊല്ലുന്നതിന് ഒരുപാട് പകരം തിരിച്ചു തരുമെന്ന് പടച്ചവൻ പറയുന്നത് ആ സ്നേഹത്തിൻ്റെ പ്രഖ്യാപനം കൂടെയാണല്ലോ ഹബീബെ. ഹബീബെ, അങ്ങയെ സ്നേഹിക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട്, ഒരുപാട് ഇഷ്ടപ്പെടണം, ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലണം, ഒരുപാട് മനാഖിബുകൾ ഓതണം, ഒരുപാട് മൗലിദുകൾ ഖിറാഅത്ത് ചെയ്യണം ഹബീബെ. അവിടുത്തെ യഥാർത്ഥ ആശിക്യങ്ങളിൽ ഈ പാപികളെ ഉൾപ്പെടുത്തണേ ഹബീബെ. ശരിക്കും എന്താണ് അവിടുത്തെ മേലുള്ള സ്വലാത്തിൽ നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ശരിക്കും നമ്മൾ ഒരു ദിവസം പോലും മറക്കാണ്ട് ചെയ്യേണ്ട ഒരു അമലാണ് സ്വലാത്ത് എന്നുള്ളത്. അവിടുന്ന് പറയുന്നുണ്ടല്ലോ, മൻ സ്വല്ലാ അലൈഹി അശ്റൻ സ്വല്ലല്ലാഹു അലൈഹി മിഅ വമൻ സ്വല്ലാ അലൈഹി മിഅതൻ സ്വല്ലല്ലാഹു അലൈഹി അൽഫ വമൻ സാദ സ്വബ്ബാബതൻ വശൗഖൻ കാനത് ലഹു ഷഫീഅൻ വശഹീദൻ യൗമൽ ഖിയാമ. എന്താ പറയുന്നത്? അവിടുന്ന് പഠിപ്പിക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ എൻ്റെ മേലിൽ 10 സ്വലാത്ത് ചൊല്ലിയാൽ പടച്ച റബ്ബ് ഓനിക്ക് 100 കാരുണ്യം ചെയ്തു കൊടുക്കും. ഒരാൾ എൻ്റെ മേലിൽ 100 സ്വലാത്ത് ചൊല്ലിയാലോ പടച്ച റബ്ബ് ഓനിക്ക് 1000 കാരുണ്യം ചെയ്തു കൊടുക്കും. ഒരാൾ നല്ല ആഗ്രഹത്തോടു കൂടെയും നല്ല എന്താ പറയുക എന്നോടുള്ള അമിതമായ സ്നേഹത്തോടു കൂടെയും ഒരാൾ എൻ്റെ മേലിൽ സ്വലാത്ത് അധികരിപ്പിച്ച് കഴിഞ്ഞാൽ എൻ്റെ ശുപാർശയും എൻ്റെ സാക്ഷിത്വവും അവനിക്ക് ഞാൻ തരുന്നതാണ്, അവനിക്ക് ഞാൻ ഉറപ്പ് തരികയാണ് എന്ന് അള്ളാൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. ഓനക്ക് ശുപാർശകനായിട്ട് സ്വലാത്ത് ചൊല്ലുന്നവരുടെ ഈമാൻ്റെ മേൽ സാക്ഷിയായിട്ട് ഞാനുണ്ടാകുമെന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി. പടച്ചോൻ തൗഫീക്ക് നൽകട്ടെ. ഈ ഒരു പുണ്യ ദിവസത്തിൽ നമുക്കൊരു തീരുമാനം എടുക്കാം, നമ്മുടെ മരണം വരെ സ്വലാത്ത് ചൊല്ലാത്ത ഒരു ദിവസം പോലും ഉണ്ടാവില്ല എന്നുള്ളത്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലാനുള്ള ഭാഗ്യം നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.